ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പിണ്ടിത്തോരനാണ്. പിണ്ടി നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ കേട്ടോ. കൊത്തി അരിഞ്ഞിട്ട് അത് പിന്നെ മുളക്, മഞ്ഞൾ, ഉപ്പ്, അല്പം കാന്താരി, കരിയേപ്പില ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലോട്ട് ഞെവിടി വെക്കണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ തോരൻ അരിഞ്ഞേക്കുന്നത്തെ നന്നായിട്ട് മുളകും ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ശകല നേരം ഒന്ന് വെക്കുക. എന്നിട്ട് ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ചൂടാക്കുക. ഞാൻ നന്നായിട്ട് ഞെരടി ചേർത്ത് വെച്ച് കേട്ടോ. ഇതാ ഉഴുന്നും കടുവും കൂടെ ഞാൻ കടുവ് വറക്കാൻ ഇടുകയാണ്. എന്നിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് തേങ്ങ ഇട്ട് മൂപ്പിക്കണം. ഒത്തിരി മൂപ്പിക്കേണ്ട, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി ഒരു ആവി ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്തോട്ട് പിന്നെ ഈ ഇളക്കി വെച്ചിരിക്കുന്ന തോരൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കണം. നല്ലൊരു തോരന ഇത്. നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് പിണ്ടി കൊണ്ട് തോരൻ മാത്രമല്ല അച്ചാറും ഒക്കെ ഇടാൻ കേട്ടോ. അതുപോലെ ഈ പിണ്ടി നീരും നമുക്ക് ദഹനം കുറയുന്ന ആൾക്കാർക്ക് പിണ്ടി നീര് കുടിക്കുന്നത് നല്ലതാണെന്ന്. വാഴപ്പിണ്ടിയുടെ ഇതൊക്കെ നമുക്ക് തോരൻ അരിഞ്ഞ് ഇളക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിനകത്ത് വലിയ പണിയില്ല. ഇത് ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി അടച്ച് വെച്ചാൽ തോരൻ റെഡിയാവും. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ തോരൻ കേട്ടോ. ചതച്ചു വിടാം കേട്ടോ, ചതച്ചു വിടാം. ഞാൻ ധൃതി കൊണ്ട് ചതച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ചതച്ചിടാം. ജീരകവും ഞാനിതിനകത്ത് ജീരകപ്പൊടി തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് നേരത്തെ ഞാൻ പുരട്ടി പിന്നെ വാഴപ്പിണ്ടി അരിഞ്ഞ് പുരട്ടി വെച്ചതിനകത്ത് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഞാനൊരു ചുവന്ന മുളക് ഇടാൻ മറന്നുപോയി. കടുക് വറക്കാനും എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. പിന്നെ ഞാനിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അതുപോലെ ഈ തോരൻ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്പം വൻപയർ വേവിച്ച് ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ കൂമ്പൊക്കെ തോരൻ വെക്കുന്നത് പോലെ. തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നല്ല തോരന.